പക്ഷെ ഇപ്പോഴുള്ള ജനറേഷൻ അവർക്ക് സ്കൂളിൽ അവരെ ഒന്ന് വഴക്ക് പറയാൻ പറ്റില്ല. അത് അതെപ്പോഴും അത് തെറ്റാണ് എന്നുള്ളൊരു വാദമല്ല. പക്ഷെ എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള വഴക്ക് പറച്ചിലുകളും ആരോഗ്യപരമായിട്ടുള്ള ശാസനകളും എപ്പോഴും സ്കൂളുകളിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചൊരു ഒരു ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടിയും, അത് കാരണം ബാക്കി ഉണ്ടാകുന്ന കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് പറയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവനത് ഫേസ് ചെയ്തിട്ട് അത് കാരണം അവനുണ്ടാകുന്ന ഒരു ധൈര്യവും, അതായത് 1-2 വട്ടം ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയുന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അവന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം അവന് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ശിക്ഷണങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ കളിയാക്കലുകളും ചിരികളും ഒക്കെ അതവന് പ്രശ്നമല്ലാതാവും. എനിക്ക് ഓക്കെ, അവർ ചിരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ടീച്ചർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ അതൊന്ന് തിരുത്തണം എന്നുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അല്ലാത്തത് കൊണ്ട് ഇപ്പം ടീച്ചേഴ്സ് പേടിച്ചാണ് സ്കൂളിൽ പോകുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ശാസനകൾ കുറയുമ്പോൾ അവർ പെട്ടെന്ന് വൾണറബിൾ ആവും. പെട്ടെന്ന് അവർക്കൊരു എക്സാം റിസൾട്ട് മോശമാകുമ്പോൾ അവർ പെട്ടെന്ന് പാനിക്കാവും. അതുമല്ല, അനാവശ്യമായിട്ടുള്ള ഓരോ എക്സാംസിന് കൊടുക്കുന്ന പ്രാധാന്യവും പ്രശ്നമാണ്. അവർക്ക് ആദ്യം നമ്മൾ മുന്നത്തെ തലമുറകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ലാത്തതായിട്ടുള്ള ഒരു കാര്യം, അവർക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊന്നുമല്ല അവൻ്റെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത്. ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷയോ +2 പരീക്ഷയോ അല്ലെങ്കിൽ അതൊന്നും അല്ല അവൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു സത്യം ആദ്യമേ തന്നെ അവർക്ക് മനസ്സിലാവണം. അത് സ്കൂളിൽ നിന്നുള്ള ഇത്തരം അവസരങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും സംസാരങ്ങളും പാരൻസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സംസാരവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിക്കാനും പുറകിൽ പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഒക്കെ നിൽക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അവർക്കത് പറ്റുക. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കുട്ടികളെ പുറകിലാണ്, പാരൻസ് അല്ലെങ്കിൽ ടീച്ചറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അവർ എന്ത് വന്നു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്തിട്ട് കുട്ടികളെ വളരെ സേഫ് ആയിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ സ്കൂളുകളിലെയും പിന്നെ അതുപോലെ തന്നെ എക്സാംസിന്റെ ഒക്കെ ടെൻഷനോ സ്ട്രെസ്സോ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു റീസൺ.